ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്ന ശർക്കരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അളവിനായിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ശർക്കരയൊന്ന് അലിഞ്ഞ് വരുന്ന വരെ വെള്ളവും തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയുടെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അതുപോലെ നമ്മളിട്ട് ശർക്കരയിലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് അരിപ്പൊടി റവയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ അണ്ടിപ്പരിപ്പ് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പം ഈ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആദ്യം സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടൊന്ന് മാറിയ ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് ഈ ഒരു വാഴയിലയിലേക്ക് വെച്ച് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ അരിപ്പൊടിയും റവയും ആപ്പിളൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.